ഇന്ത്യ-US വ്യാപാര കരാർ വൻ നേട്ടമെന്ന് കേന്ദ്ര സർക്കാർ. പൂർണ്ണമായും രാജ്യതാൽപര്യം സംരക്ഷിക്കുന്ന കരാർ എന്ന് പീയൂഷ് ഗോയൽ. കരാറിനെ വിമർശിച്ച പ്രതിപക്ഷത്തിന് രൂക്ഷ വിമർശനം. രാഹുൽ ഗാന്ധി കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് വാണിജ്യമന്ത്രി. മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പുസ്തകത്തിലെ ചൈന പരാമർശം ഇന്നും ലോക്സഭയിൽ വിഷയമായി. ചേർന്ന് നേർക്ക് പേപ്പർ വലിച്ചെറിഞ്ഞ പ്രതിപക്ഷാംഗങ്ങൾ. ഹൈബീഡിനും ഡീൻ കുര്യാക്കോസും അടക്കം 8 MPമാർക്ക് സസ്പെൻഷൻ. RRTSുമായി സംസ്ഥാന സർക്കാർ അതിവേഗം മുന്നോട്ട്. പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകി സർക്കാർ ഉത്തരവ്. ആദ്യഘട്ടത്തിൽ 284 കിലോമീറ്റർ പാത അനുമതി നൽകിയത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ട്രാവൻകൂർ ലൈനിന്. സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും പ്രക്ഷുബ്ധമായ നിയമസഭ. അസാധാരണ പ്രതിഷേധവുമായി പ്രതിപക്ഷം. സ്പീക്കറുടെ ഡയസിൽ ചാടിക്കയറി അൻവർ സാദത്ത്. ബാനർ പിടിച്ചുവാങ്ങി വാച്ച് ആൻഡ് വാർഡ്. എല്ലാ ദിവസവും ആവർത്തിച്ചു പറയുന്നുണ്ട്, അംഗങ്ങളില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും മൈക്ക് കയറില്ലെന്ന്. ഭരണകക്ഷി അംഗങ്ങൾ മുഴുവൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ മന്ത്രിമാർക്കും അങ്ങ് മൈക്ക് കൊടുത്തു. ബഹുമാനപ്പെട്ട നിയമമന്ത്രി നേരത്തെ ഹൈക്കോടതിയുടെ വിധിയെപ്പറ്റി, ഹൈക്കോടതിയുടെ നിഗമനങ്ങളെപ്പറ്റി, ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് കേട്ട ഭാവം നടിച്ചില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരവും അദ്ദേഹത്തിന് പ്രതികരിക്കാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാനുള്ള എത്തിക്സ് കമ്മിറ്റി നീക്കത്തിനെതിരെ UDF. കേസിൽ പ്രതിയായി എന്നതിന്റെ പേരിൽ അയോഗ്യനാക്കാനാകില്ലെന്ന് VD സതീശൻ. കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് എടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു K മുരളീധരൻ. ലീഗ് വാഗ്ദാനം ചെയ്ത ഗുരുവായൂരും വേണ്ടെന്ന് മുരളി ന്യൂസ് 18നോട്. പക്ഷെ ലീഗിനോട് അന്ന് K കരുണാകരനുള്ള സ്നേഹം അതിപ്പോൾ ലീഗിന് താങ്കളോടുണ്ട്. താങ്കൾ എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിച്ച് ജയിച്ചു വരണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവായൂർ വേണമെങ്കിൽ അവർക്ക് വിട്ടുതരും. അല്ല, അവർക്ക് വിട്ടു തന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് കൊടുക്കണം. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഗുരുവായൂരല്ലെങ്കിൽ അവർക്ക് അങ്ങനൊരു ഫൈറ്റിംഗ് ചാൻസുള്ള സീറ്റ് വേറെ ഇല്ല തൃശ്ശൂർ ജില്ലയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. മാത്രമല്ല, അവർ സ്ഥാനാർത്ഥികളാക്കാൻ പരിഗണിക്കുന്ന പല പേരുകാരും കഴിഞ്ഞ ലോക്സഭയിൽ എനിക്ക് വേണ്ടി സജീവമായിട്ട് ഫീൽഡുണ്ടായി. കൊച്ചിയിൽ UDFനുമേൽ സമ്മർദ്ദം ചെലുത്തി ലത്തീൻ സഭ. സംഗീത സംവിധായകൻ SP വെങ്കിടേഷിന് വിട. അന്ത്യം ചെന്നൈയിലെ വീട്ടിൽ. ഓർമ്മയായത് മലയാളത്തിലടക്കം 150ഓളം ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയ പ്രതിഭ.